അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽ ഹാഫിൽ അഹ്മദുൽ ഖാദിരി കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അങ്ങനെ ഒരു പേര് ഇല്ല അല്ലേ? എന്നാൽ നിങ്ങൾ കേട്ട പേര് പറയാം. മുറ്റിച്ചൂർ അഹ്മദ് ഹാജി എന്ന് കേട്ടിട്ടില്ലേ? ഉണ്ട്. ഇതാണ് അൽ ഹാഫിൽ അഹ്മദുൽ ഖാദിരി ഖദ്ദസല്ലാഹു തആല സിർറുൽ അസീസ്. മഹാനവറുകൾ അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളിൽപ്പെട്ട വലിയ മഹാനാണ്. ധാരാളം കറാമത്തുകൾ കാണിച്ച, ജീവിതത്തിൽ ആത്മീയതയിൽ ശോഭിച്ച മഹൽ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അൽ ഹാഫിൽ അഹ്മദുൽ ഖാദിരി ഖദ്ദസല്ലാഹു തആല സിർറുൽ അസീസ്. അദ്ദേഹം പണ്ഡിതനാണ്, ഹാജിയാണ്, ഹാഫിളാണ്, എല്ലാം ഒത്തിണങ്ങിയ ഒരു ആത്മീയ നേതാവാണ്. ഹിജറ 1342 ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ ആരൊക്കെയാണ്? സുബ്ഹാനല്ലാഹ്, കേരളം കണ്ട വളരെ പ്രഗത്ഭരായ ആലിമീങ്ങൾ, ആത്മീയ നേതാക്കളൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സഹോദരന്മാർ. മർഹൂം ഷംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ, സൈഫുൽ ഇസ്ലാം ഇ കെ ഹസൻ മുസ്ലിയാർ തുടങ്ങി പ്രമുഖരായ ആളുകളാണ് അദ്ദേഹത്തിൻ്റെ സഹോദരന്മാർ. ഇ കെ ഉമറുൽ ഖാദിരി അഥവാ കമാലുദ്ദീൻ ഉമറുൽ ഖാദിരി, അതുപോലെ തന്നെ ഇ കെ അബ്ദുള്ള മുസ്ലിയാർ, ഇങ്ങനെ തുടങ്ങി പല ആളുകളും അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരാണ്. എഴുത്തച്ഛൻ കണ്ടി എന്നാണ് ഇ കെ കുടുംബത്തിൻ്റെ, ഇ കെയുടെ ഫുൾനാമം. എഴുത്തച്ഛൻ കണ്ടി എന്ന് പറഞ്ഞാൽ ഖാത്തിബീങ്ങൾ, എഴുതുന്ന ആളുകൾ, എഴുതുന്ന ലോകം എന്നാണ്. അപ്പോൾ എഴുതുന്ന വിഭാഗം ആളുകളുള്ള ഒരു നാടാണ് പറമ്പിൽ ബസാറിലെ ഇ കെ എന്ന് പറയുന്ന കുടുംബത്തിൻ്റെത്. ഇ കെ എന്ന് പറയുന്ന കുടുംബത്തിൻ്റെ പ്രഗത്ഭരായ ഒരു നേതാവായിരുന്നു മഹാനായ മുറ്റിച്ചൂർ അഹമ്മദ് ഹാജി. മുറ്റിച്ചൂർ എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് ആ സ്ഥലമുള്ളത്. വാടാനപ്പള്ളി പരിസരത്ത് മുറ്റിച്ചൂർ എന്ന് പറയുന്ന പ്രദേശമുണ്ട്. അപ്പോൾ പറമ്പിൽ ബസാറിൽ ജനിച്ച അദ്ദേഹം മുറ്റിച്ചൂരിലേക്ക് ആത്മീയ വസന്തമായി പോയി. ധാരാളം ഉസ്താദുമാരടുത്ത് നിന്ന് കിതാബുകൾ ഓതി പഠിച്ചിട്ടുണ്ട്. ആദ്യത്തെ പഠനം സ്വന്തം പിതാവിൽ നിന്ന് തന്നെ. അങ്ങനെയാണ് പല പ്രമുഖരും എടുത്താൽ ആദ്യം ഉപ്പയിൽ നിന്ന് പഠിച്ചു, പിന്നെ ബാക്കിയുള്ളവരിൽ നിന്ന് പഠിച്ച് അങ്ങനെ ഉയരും. എൻ്റെ പ്രാഥമിക പഠനം പിതാവിൽ നിന്നാകുന്നത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങളുടെ വിദ്യാലയം, നിങ്ങളുടെ പ്രാഥമിക വിദ്യാഭ്യാസ കേന്ദ്രം അത് ഉമ്മയും ഉപ്പയുമാണെന്ന്, നിങ്ങളുടെ രക്ഷിതാക്കളാണെന്ന്. ഉമ്മയാണെന്നും ഹദീസിലുണ്ട്, ഉപ്പയാണെന്നൊക്കെ മറ്റൊരു ഹദീസിലുണ്ട്. ഏതായാലും ഉപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നുമാണ് ഒരു മനുഷ്യൻ ആദ്യമായി പ്രാഥമിക വിദ്യാഭ്യാസം പഠിക്കേണ്ടത്. പക്ഷെ അത് കാര്യമായി പഠിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ കൈതക്കര, അതുപോലെ വെളിയങ്കോട്, മന്നലാംകുന്ന് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ പഠനം നടത്തിയിട്ടുണ്ട്. നീണ്ട 20 വർഷം ആത്മീയതയിൽ തിളങ്ങിയ മഹാനാണ് മുറ്റിച്ചൂർ അഹമ്മദ് ഹാജി. മർക്കസ് സഖാഫത്ത് സുന്നിയ തുടങ്ങി മഹൽ സ്ഥാപനങ്ങളോടൊക്കെ വലിയ ബന്ധമാണ് അദ്ദേഹത്തിൻ്റെത്. ഹിജറ 1425 മുഹറം 24 അദ്ദേഹം വഫാത്താവുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞതൊന്നും കൂടെ പറയുന്നു, അദ്ദേഹത്തിൻ്റെ ഖബറുള്ളത് മുറ്റിച്ചൂരിലാണ്. മുറ്റിച്ചൂർ എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലെ വാടാനപ്പള്ളി പരിസരത്ത് മുറ്റിച്ചൂർ എന്ന് പറയുന്നൊരു ദേശമുണ്ട്, അവിടെയാണ്. അവിടെ നമുക്ക് പോയാൽ കാണാം, വലിയ നല്ല മഹത്തായ രൂപത്തിൽ, കാണാൻ തന്നെ ഒരു ബഹുമാനമുള്ള രൂപത്തിൽ നല്ല ഖബറുണ്ട്. അതാണ് മുറ്റിച്ചൂർ അഹമ്മദ് ഹാജിയുടേത്. അദ്ദേഹത്തിൻ്റെ ഇജാസത്ത് പ്രകാരം പരിസര മഹല്ലുകളിലൊക്കെ സ്വലാത്തുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ധാരാളം ആളുകൾക്ക് ഫലമുള്ള സ്വലാത്തുകൾ ഇന്നും അദ്ദേഹത്തിൻ്റെ ഇജാസത്ത് പ്രകാരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വലിയ കറാമത്തുകൾ കാണിച്ച, ആത്മീയിൽ ഔന്നിത്യ ജീവിതം നയിച്ച മഹാനാണ് ഇ കെ അഹമ്മദ് ഹാജി എന്ന് ഓർമ്മപ്പെടുത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.